15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന്റെ ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി. തങ്കച്ചൻ, വാഴൂർ സോമൻ എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. കേരളത്തിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തോടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീണതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അനുസ്മരിച്ചു. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിന്റെ പൂർത്തീകരണത്തിനായി നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളുകയും തലമുറകൾക്ക് പ്രചോദനമാവുകയും ചെയ്യും. സാമൂഹ്യവും സാമ്പത്തികവുമായ വിവേചനങ്ങളിൽ വലഞ്ഞിരുന്ന കേരള സമൂഹത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് കൈപിടിച്ചു നടത്തുന്നതിൽ അതുല്യ സംഭാവന നൽകിയവരുടെ നിരയിലാണ് വി.എസ്. അച്യുതാനന്ദനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനുഷികമായതൊന്നും എനിക്ക് അന്യമല്ല എന്ന മാർസിന്റെ വചനങ്ങളെ സ്വജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനാകെ മാതൃക തീർത്താണ് അദ്ദേഹം കടന്നുപോയത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയനും നിയമസഭയ്ക്കും നികത്താനാകാത്ത നഷ്ടമാണ് വാഴൂർ സോമന്റെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന പി. തങ്കച്ചൻ ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന സാന്നിധ്യമായിരുന്നുവെന്ന് ചരമോപചാരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിരുന്നു. അടുത്ത മാസം 10 വരെ 12 ദിവസമാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. 15 മുതൽ 19 വരെയും ഈ മാസം 29ഉം 30ഉം അടുത്ത മാസം 6 മുതൽ 10 വരെയും 3 ഘട്ടങ്ങളിലായാണ് സഭ സമ്മേളിക്കുന്നത്. 9 ദിവസം ബില്ലുകൾക്കായി നീക്കിവെക്കും. 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ളവയും മറ്റ് 13 ബില്ലുകളും സഭ പരിഗണിക്കും. 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും സഭ ഇത്തവണ പാസാക്കും. അടുത്ത മാസം 6-ന് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 10-നാണ് സഭ പിരിയുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.